എല്ലാ കൂട്ടുകാർക്കും ക്വിസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരിസ്ഥിതി ദിന ക്വിസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രാചീന കാലത്ത് പെരിയാർ നദിയെ വിളിച്ചിരുന്ന പേര് എന്ത്? ചോർണേ. യൂറോപ്യന്മാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ടത് ഏത് പുഴയെയാണ്? മയ്യഴിപ്പുഴ. പമ്പ നദിയുടെ പഴയ പേരെന്ത്? ബാരിസ്. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിൽ. വിനോദസഞ്ചാര കേന്ദ്രമായ പാതിരാമണൽ ദ്വീപ് ഏതു കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട്ട് കായൽ. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ. കേരള തീരത്തെ ഏറ്റവും ഉയരമുള്ള വിളക്കുമാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തങ്കശ്ശേരി, കൊല്ലം ജില്ല. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം നിലവിൽ വന്നത് എന്ന്? 1984. കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്തതുമായ കേരളത്തിലെ ഏക ജില്ല ഏത്? കോട്ടയം. ഇന്ത്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തെന്മല, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? ഇതിനുത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.